ഇറാനിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വളരെ കലുഷിതമാണ്. ഒന്നാമത്തെ കാര്യം, നേതാവില്ല എന്നത് തന്നെയാണ്. പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖുമേനി കൊല്ലപ്പെട്ടതിന് ശേഷം പിൻഗാമിയായി അദ്ദേഹത്തിന്റെ മകൻ മുജ്തബ ഖുമേനി അധികാരത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഒരുപക്ഷെ ഇറാൻ ജനതയുടെ സൗഭാഗ്യവും ആകാം. ആയത്തുള്ള അലി ഖുമേനിയോടൊപ്പം മുജ്തബ ഖുമേനി എന്ന് പറയുന്ന അടുത്ത കിരീടാവകാശിയായിട്ടുള്ള മകന്റെ തലയും പോയി. ഇനി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പോലും അദ്ദേഹം കോമയിലാണ്. ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത ഇല്ല. കാലുകൾ മുറിച്ചു മാറ്റി, കൈകൾ മുറിച്ചു മാറ്റി, ബുദ്ധിയും പോയി, ഓർമ്മശക്തി പോയിരിക്കുന്നു, കണ്ണിന്റെ കാഴ്ചയും പോയി, കിഡ്നിക്കും ഹാർട്ടിനും വയറിനുമൊക്കെ സാരമായ രൂപത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. വാപ്പ മരിച്ച അതേ മിസൈൽ ആക്രമണത്തിൽ മകനും വീണുപോയി എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇനിയിപ്പോ ഇറാനില് ജനാധിപത്യ രൂപത്തിലല്ല ഭരണ സംവിധാനങ്ങളുള്ളത്. അത് ഷാ പഹ്ലവിയോടുകൂടി അസ്തമിച്ചു. ഷാ പഹ്ലവിക്ക് ശേഷം 1979 അട്ടിമറിയോടുകൂടിയാണ് ഖൊമേനി അധികാരത്തിൽ കയറുന്നത്. അങ്ങനെയാണ് ഇറാൻ ജനതയ്ക്ക് ദാരുണമായ ദുരിതപൂർണമായിട്ടുള്ള ജീവിതം സമ്മാനിച്ചത്. കാരണം തന്നെ ആരും എതിർക്കാൻ പാടില്ല, എതിർക്കുന്ന ശബ്ദങ്ങളെയൊക്കെ ഇല്ലാതാക്കുവാണ്. ഉത്തര കൊറിയയിലേതുപോലെ ഒരു കുടുംബ വാഴ്ചയാണ് നടക്കുന്നത് ഇറാനിൽ. ആയത്തുള്ള അലി ഖുമേനിയുടെ പിൻഗാമിയായി മുജ്തബ ഖുമേനിയെ വാഴിക്കാൻ IRGC നല്ല രൂപത്തിൽ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. കാരണം വാപ്പയെ പോലെ തന്നെ മകനും മനുഷ്യന്റെ ചോര കുടിക്കുന്നത് ഒരു തരം ലഹരിയാണ്. IRGC എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയ്ക്കും മനുഷ്യന്മാരുടെ ചോര തന്നെയാണ് വേണ്ടത്. ഇറാന്റെ ഭരണ നേതൃത്വവും IRGCയും ഒരു പ്രത്യേക മതപരമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. ഇറാന്റെ ഭരണ നേതൃത്വവും IRGCയും ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ താല്പര്യം അതിന് വിരുദ്ധമായി മാറുന്നത്. ലോകത്തെ മുഴുവനും തങ്ങളുടെ ഷിയ ആധിപത്യത്തിന് കീഴിൽ കൊണ്ടുവരണം. അത് ഖുർആനിന്റെയും ലക്ഷ്യമാണ്. എല്ലാവരെയും മുസ്ലിമാക്കുക എന്നത്, ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുവരിക എന്നത്, മഹദിയുടെ വരവിനു വേണ്ടി ലോകത്തെ ഒരുക്കുക, ഇതാണ് ഭ്രാന്തമായിട്ടുള്ള മതചിന്താഗതിയിൽ അഭിരമിച്ചു പോയ ഖൊമേനി ഭരണകൂടം ഇറാനിൽ നടപ്പിലാക്കിയ ഭ്രാന്തൻ ചിന്താഗതികൾ. ഇനിയും ഇറാൻ ഒരു സാധാരണ രാഷ്ട്രീയ ഭരണകൂടമാണ് എന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ തെറ്റിദ്ധരിച്ചു പോയി. പക്ഷേ ഇറാൻ 101% മതനിയമങ്ങളാൽ നയിക്കപ്പെടുന്ന രാജ്യമാണ് എന്ന് പിന്നീടാണ് അവർക്ക് മനസ്സിലായത്. കാരണം ഇറാൻ ജനതയോട് ഖൊമേനി ചെയ്യുന്ന കൊടും ക്രൂരകൃത്യങ്ങൾ ക്രമേണ ചുരുളഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ മറ്റ് രാജ്യങ്ങളും ഇറാനെ വിലക്കാൻ തുടങ്ങി. അമേരിക്കയും യൂറോപ്പും ഇറാന്റെ വഞ്ചനയിൽ വീണുപോയതായിട്ട് നേരത്തെ തന്നെ നമുക്ക് മനസ്സിലായിരുന്നു. പക്ഷേ പിന്നീട് അവർ ആ തെറ്റ് തിരുത്തുകയാണ് ചെയ്തത്. ഇറാൻ എന്തോ വലിയ ജനാധിപത്യ ഭരണകൂടമാണ് എന്ന് അവരും തെറ്റിദ്ധരിച്ചു പോയി. സാമ്രാജ്യത്വ വിരുദ്ധത, വിപ്ലവം തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ച് ഇറാൻ ലോകത്തെയും ഇടതുപക്ഷ ചിന്താഗതിക്കാരെയും കബളിപ്പിച്ചു. ഹമാസ് പോലെ, ഹൂതി പോലെ, ഹിസ്ബുള്ള പോലെയുള്ള ഗ്രൂപ്പുകളെ, സായുധ സംവിധാനങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നത് മാനവികതയ്ക്ക് വേണ്ടിയായിരുന്നില്ല, മനുഷ്യത്വത്തിനു വേണ്ടിയോ ജനാധിപത്യത്തിനു വേണ്ടിയോ ആയിരുന്നില്ല, രാജ്യത്തെ കാക്കുന്ന കാവലാളന്മാരായിട്ടായിരുന്നില്ല. ലോക ഇസ്ലാമിക നേതൃത്വം പിടിച്ചെടുക്കാനുള്ള തന്ത്രപരമായിട്ടുള്ള ഭാഗമായിരുന്നു അത്. ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുവരണം, അതിന്റെ തലതൊട്ടപ്പനായിട്ട് ഇറാന് വാഴണം. മുജ്തബ ഖൊമേനി അധികാരത്തിൽ വന്നാലും ഇറാനിലെ മതഭീകരതയുടെ രാസക്കൂട്ടിൽ ഒരിക്കലും മാറ്റമുണ്ടാകില്ല. അടിവരയിട്ട് പറയുന്നു, ജനങ്ങൾ വാപ്പ ഭരിച്ചപ്പോഴുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ദുരിതത്തിലേക്ക് പോകുമെന്ന് മനസ്സിലാക്കിയ ഇസ്രായേൽ മുജ്തബ ഖൊമേനിയെ ആ അധികാര കസേരയിൽ ഇരിക്കാൻ പറ്റാത്ത രൂപത്തിലാക്കി മാറ്റുകയാണ് ചെയ്തത്. ഇറാനിലെ സൈനിക രാഷ്ട്രീയ നേതൃത്വത്തിനുള്ളിൽ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആളുകൾ ഉണ്ട് എന്നും ഭാവിയിൽ മാറ്റങ്ങൾക്കുള്ള ചില സാഹചര്യങ്ങൾ കാണുന്നു എന്നും ജനാധിപത്യപരമായി 1979 മുമ്പ് ഇറാനെ ഭരിച്ചിരുന്ന ഷാ പഹ്ലവിയുടെ മകനായിട്ടുള്ള റസ പഹ്ലവി നിലവിൽ അമേരിക്കയുടെ സംരക്ഷണത്തിലാണ്. അദ്ദേഹം പറയുന്നു,
കാരണം ഇറാനിലെ ജനതയുടെ താല്പര്യം എന്ന് പറയുന്നത് ജനാധിപത്യ ഇറാനെയാണ്. ഈ മതപരമായിട്ടൊരു രാജ്യം മുന്നോട്ട് കൊണ്ടുപോകുക അത് ശരിയാകുന്നില്ല. കാരണം മഹസാമിനി എന്ന് പറയുന്ന ഒരു പെണ്ണ് തട്ടമിട്ടിട്ടുണ്ട്, മുടി മറച്ചില്ല, 1-2 മുടിയിഴകൾ പുറത്ത് കണ്ടുപോയി എന്നതിൻ്റെ പേരിൽ അതിനെ മൂക്ക് മുറിച്ചും മുടി മുറിച്ചും അടിവയറ്റിൽ ചവിട്ടിയും മതമര്യാദകൾ പഠിപ്പിക്കുന്ന മുറിക്കകത്തിട്ട് ഫുട്ബോൾ തട്ടുന്നത് പോലെ തട്ടിയിട്ടാണ് IRGC-കാർ കൊന്നൊടുക്കിയത്. അതിന് നേതൃത്വം വഹിച്ച ഇബ്രാഹിം റൈസി എന്ന് പറയുന്ന ഇറാന്റെ പ്രസിഡന്റ് ഹെലികോപ്റ്ററിനകത്ത് തലതെറിച്ച് ചത്തു, പേജർ പൊട്ടിത്തെറിച്ചിട്ട്. ഒരുപാട് ജീവിതങ്ങൾ കൺമുമ്പിൽ കിടന്ന് പിടയ്ക്കുന്നത് കണ്ട് ആസ്വദിച്ച കൊമേനിയുടെയും തലയ്ക്കോട്ട വീണു ചത്തു. കാരണം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ബാലികമാരായിട്ടുള്ള കന്യകമാർ, അവരെ കൊല്ലുന്നതിന് മുമ്പ് ബലാത്കാരം ചെയ്തേക്കാൻ പറഞ്ഞ ദുഷ്ടൻ. എന്നിട്ട് സൈനികരോട് അവരെ ബലാത്കാരം ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഡിജിറ്റൽ ക്യാമറ വെച്ചിട്ട് പിന്നാലെ നടന്നു നോക്കിയെന്ന രാധമൻ. കാരണം അവരെ കൊന്നിട്ടില്ലെങ്കിൽ അവർ സ്വർഗത്തിൽ പോകും, അത്രേ, കന്യകമാരാണല്ലോ. അതുകൊണ്ട് അവർക്ക് സ്വർഗം നിഷേധിക്കാൻ വേണ്ടിയിട്ട് അവരെ കൊന്നൊടുക്കുന്നതിന് മുമ്പ് ബലാത്കാരം ചെയ്തു. അപ്പൊ ഈ ബലാത്കാരം ചെയ്തവരെവിടെ പോകും കാക്ക? സ്വർഗത്തിലോ? എന്നാ പിന്നെ ആ സ്വർഗത്തിന്റെ പേരാണോ കാക്ക വേശ്യാലയം? ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രൂരതകളെയും കൺമുമ്പിൽ കണ്ടതുപോലെ കണ്ടിട്ടും കാണാതെ നടിക്കുന്ന ഒരു കൂട്ടം ഇറാൻ പ്രേമികൾ, കൊമേനി പ്രേമികൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കിതൊന്നും അറിയാത്തത് കൊണ്ടല്ല, അവർക്ക് എളുപ്പം നെതന്യാഹുവിനെതിരെ കയറാനാണ്. കാരണം ജൂതന്മാരാണല്ലോ, ഇത് വിശ്വാസികളാണല്ലോ. നമ്മൾ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികൾ മുസ്ലിങ്ങളെല്ലാം പരസ്പരം സഹോദരങ്ങളാണ്. അവർ ഒരുമിച്ച് നിൽക്കണം. കൊമേനിയുടെ ന്യൂനത നമ്മൾ മറച്ചു വയ്ക്കണം. എന്നാൽ നമ്മുടെ ന്യൂനത പടച്ചവൻ മറച്ചു വയ്ക്കുമെന്നാണല്ലോ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കൊമേനി ചെയ്ത എല്ലാ നെറികേടുകളും മറച്ചു വയ്ക്കണം, അത്രേ. അതുകൊണ്ടാണ് കൊമേനിക്ക് വേണ്ടിയിട്ട് ഓശാന പാടുന്നത്. അപ്പോൾ ഇവർക്ക് നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന് പറയാതെ പറ്റുമോ? മുജിത്തബ കൊല്ലപ്പെട്ടു എന്നത് മറച്ചു വയ്ക്കുകയും വേണം. അതിവരുടെ രീതിയാണ്, പെട്ടെന്ന് മാറി. എവിടെ പോയി ഒളിച്ചാലും നെതന്യാഹുവിനെ തെരഞ്ഞു പിടിച്ച് കൊല്ലുമെന്നാണ് IRGC പറയുന്നത്, ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. അല്ല, അങ്ങനെയാണെങ്കിൽ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്നാണല്ലോ ഇവര് പറയുന്നത്. കൊല്ലപ്പെട്ട നെതന്യാഹുവിനെ ഇവനെ എവിടെ പോയി ഒളിക്കുമെന്നാണ് ഇവര് പറയുന്നത്. ഇവർക്ക് തന്നെ വ്യക്തമായി ആളുകൾ വിശ്വസിച്ചിട്ടില്ല. നെതന്യാഹുവിനൊരു പോറൽ പോലും ഏറ്റിട്ടില്ല. കാരണം നേതാക്കന്മാരെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് ഇസ്രായേലിന് അറിയാം. അല്ല, ഇപ്പൊ ഇവിടെ ഞാൻ ഈ കേരളത്തിലെ പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു കോഴിക്കോട് ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള ഒരു പത്രമുണ്ട്, പിന്നെ അവരുടേതായ ഒരു ടെലിവിഷൻ ചാനലുണ്ട്, തീവ്രവാദികൾ, ഇസ്ലാമിക് തീവ്രവാദികളുടെ പത്രവും TV ചാനലുമാണത്. അവരുടെ കണക്കിനനുസരിച്ചിട്ടാണ് നെതന്യാഹുവിനെ 4 തവണ 5 തവണ കൊന്നുകയും, പക്ഷെ അദ്ദേഹം സുരക്ഷിതനായിട്ടിരിക്കണം. ഇതിപ്പോ അവരുടെ ഈ യുദ്ധ സമയത്തുള്ള എന്താ പറയുന്ന ഒരു വീമ്പിളക്കലാണ്. അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല അവർക്ക് ബെഞ്ചമിൻ നെതന്യാഹുവിനെ തൊടാൻ പറ്റുന്നുള്ള കാര്യം. അതീവ സുരക്ഷ ഉള്ള വ്യക്തിയാണ്. തന്നെയുമല്ല, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ യുദ്ധം തുടങ്ങിയ 1-ാമത്തെ ദിവസം തന്നെ അവരുടെ പരമോന്നത നേതാവിന്റെയും കുടുംബത്തിന്റെയും അദ്ദേഹത്തിന്റെ ചുറ്റുമുണ്ടായിരുന്ന 45 പേരുടെയും ജീവനാണ് ഇസ്രായേൽ എടുത്തത്. ഇസ്രായേലിലെ ഏതെങ്കിലും നേതാക്കന്മാരെ തൊടാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞ 2-3 വർഷമായി ഇസ്രായേലും ഹമാസും തമ്മിൽ എത്രയായി യുദ്ധം തുടങ്ങുന്നത്? യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുമല്ലേ ഇപ്പോഴും? ഏതെങ്കിലും ഒരു നേതാവിനെ തൊടാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതേപോലെ ഇറാന്റെ പരമോന്നത നേതാക്കന്മാരുടെ ഒക്കെ തലതെറിച്ച് ഇബ്രാഹിം റൈസിയുടേതടക്കം, ഹമാസിന്റെ, ഹൂതിയുടെ, ഹിസ്ബുള്ളയുടെ, ഐസിസിന്റെ ഒക്കെ നേതാക്കന്മാരുടെ തല ഇസ്രായേൽ എടുത്തു. അതീവ സുരക്ഷ, ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റിനേക്കാളും കൂടുതൽ സുരക്ഷ ഉള്ള ഒരു വ്യക്തിയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ആ കാര്യത്തിലേക്ക് ഇസ്രായേലി ജനത യുണൈറ്റഡ് ആണ്. അദ്ദേഹത്തിന് സുരക്ഷിതത്വം നൽകണം, അദ്ദേഹത്തിന്റെ സേഫ്റ്റി, സുരക്ഷാ ഗാർഡുകൾ വളരെ എന്താ പറയുക എക്സ്പെർട്സ് ആയിരിക്കണം എന്നൊക്കെയുള്ള കാര്യത്തിലൊക്കെ. മറ്റേത് അവരുടെ ഒരു സ്വപ്നം മാത്രമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. ഞാൻ ഈ വാർത്ത ആദ്യമേ സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോഴേ അറിയായിരുന്നു ഇത് തെറ്റായ വാർത്തയാണ്. അടുക്കാൻ പറ്റൂല ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അടുത്ത് തീവ്രവാദികൾക്ക്. ഇവര് ഓരോ സിസ്റ്റം വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് ഇസ്രായേലി സുരക്ഷിതത്വ ഉദ്യോഗസ്ഥന്മാര് അവര് വർക്ക് ചെയ്യുന്നു. നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഇവിടെ ഉള്ളതുപോലെ SPG ഉണ്ടല്ലോ, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്ന് പറയും. അതേപോലെ ഇസ്രായേലിന് അവരുടെ സീക്രട്ട് സർവീസ് ഉണ്ട് പ്രധാനമന്ത്രിയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനായിട്ട്. ഏതെങ്കിലും ഇസ്രായേലി പ്രധാനമന്ത്രി ഇതുവരെ ഭീകരവാദികളുടെ ആക്രമണത്തിൽ മരിച്ചെന്ന് കേട്ടിട്ടുണ്ടോ? അവിടെ ഭയങ്കര സുരക്ഷിതത്വം. അവിടെ പോയി കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. ജെറുസലേമിലും ടെല്ലവീവിലും മറ്റും ഈ ഇസ്ലാമിക് തീവ്രവാദികൾ കാർ കൊണ്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല.
അപ്പോൾ ആ വാർത്തയ്ക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തേച്ചാൽ മതി. അവരത്ര മണ്ടന്മാരൊന്നുമില്ല. നമ്മുടെ ഇടതുപക്ഷ ചിന്താഗതിക്കാർ, ഇസ്ലാമിക് തീവ്രവാദികൾ പറഞ്ഞ ഇസ്രായേലിനും ഒട്ടും ഇസ്രായേലിലേക്ക് ബുദ്ധിയില്ല എന്നാണ് പറയുന്നത്. അത് അവർ AI അടക്കമുള്ള ടെക്നോളജി കണ്ടുപിടിച്ച ജൂതന്മാരോട് കളിക്കാൻ കൊടുക്കുന്നുണ്ട് യുദ്ധം ചെയ്യുന്നതിലൂടെ. അതെന്റെ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആർക്കും വധിക്കാൻ പറ്റാത്ത ഒരു വരം കിട്ടിയ ആളാണോ നെതന്യാഹുവിന്റെ അടുത്തേക്ക് ഒരു ICBM അയച്ചു കഴിഞ്ഞാൽ അവിടേക്ക് വീട് പൊട്ടില്ലേ? ICBM തടയാനായിട്ടുള്ള സംവിധാനം എത്തണ്ടേ? ICBM എത്തണ്ടേ? ഇപ്പൊ ഇറാൻ 2011 നവംബർ മാസത്തിലേറ്റാന്ന് തോന്നുന്നു ഇറാന്റെ ഒരു മരുഭൂമിയിൽ വലിയ ബങ്കറൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനുള്ളിലാണ് അവരുടെ ഇന്റർ കോണ്ടിനെന്റൽ ബലിസ്റ്റിക് മിസൈൽസ് 6000 കിലോമീറ്റർ യാത്ര ചെയ്ത് അണുബോംബ് കൊണ്ടുവന്നിടാൻ കേപ്പബിലിറ്റി ഉള്ള മിസൈൽസ് സംഭരിച്ചിരുന്നത്. 2011 നവംബർ മാസത്തിൽ മൊസാദ് അത് മൊത്തം തകർത്തു. അത് തകർത്തു എന്ന് മാത്രമല്ല, മഖാദം ടെഹ്റാനി എന്ന് പറഞ്ഞ അതിന്റെ പിതാവുണ്ട്, ഈ ഇറാനിയൻ മിസൈൽ പ്രോഗ്രാമിന്റെ പിതാവ്, അയാളെയും കൊന്നു. സോ ഇറ്റ് ടുക്ക് എ ബാക്ക്. അത് കുറെ അധികം അവരുടെ ടെക്നോളജിനെ പുറകോട്ട് വലിപ്പിച്ചു. അപ്പോൾ അവർക്കൊറ്റ മാർഗമുള്ളത് ഡ്രോൺ വഴി അറ്റാക്ക് ചെയ്യാം, അതല്ലെങ്കിൽ മിസൈൽ വഴി അറ്റാക്ക് ചെയ്യാം. അതൊക്കെ ഇസ്രായേൽ സൈന്യം എത്ര മോശമാണ്. അവർ അതിനനുസരിച്ചിട്ട് പ്രിവെൻഷൻ എടുക്കൂലേ? ഇന്നേ ഒരു അമേരിക്കൻ പ്രസിഡന്റിന് ഭീകരവാദികൾ കൊന്നിട്ടില്ല. ജോൺ എഫ് കെന്നഡിയാണ് ഏറ്റവും അവസാനം വധിക്കപ്പെട്ട പ്രസിഡന്റ്. അദ്ദേഹത്തിനെ വധിക്കുന്നത് ലേ ഒസ്വാൾഡ് എന്നൊക്കെ പറഞ്ഞൊരു മനുഷ്യനാണ്. അയാളെ പറ്റിയിട്ടുള്ള വാർത്തകളൊക്കെ ദുരൂഹമായി അവശേഷിക്കുന്നു. അമേരിക്കയിൽ തന്നെയുള്ള എന്താ പറയുക ആന്തരിക പ്രശ്നങ്ങളാണ് അയാളെ കൊല്ലുന്നു. ഇപ്പൊ ആരും ഇല്ലല്ലോ അതിനെപ്പറ്റി തെളിവ് നൽകാനായിട്ട്. അപ്പൊ നെതന്യാഹുവിനെ കൊല്ലണമെന്നും അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന വാർത്ത കേൾക്കണം എന്നുമുള്ള ഇവരുടെ മൂഢധാരണകളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും മാത്രമാണിതെല്ലാം. നെതന്യാഹുവിൻ്റെ 7 അയലത്ത് പോയി തൊടാൻ ഇവർക്ക് സാധിക്കില്ല എന്ന് മാത്രമല്ല, നെതന്യാഹുവിനെ കൊല്ലാൻ ഇവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവന്മാരുടെയൊക്കെ ആസനത്തിൽ മിസൈൽ ഇടാൻ കപ്പാസിറ്റി ഉള്ള ആളാണ് നെതന്യാഹു. നന്ദി.